ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടു ഡെസേർട്ട് ആയിട്ടാണ് കേട്ടോ. കസ്റ്റാർഡ് ഫ്രൂട്ട് പുഡിങ് എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കസ്റ്റാർഡ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 10 ഗ്രാം ജലാറ്റിനാണ് കേട്ടോ. അപ്പോൾ ഈ ജലാറ്റിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2.25 ടേബിൾ സ്പൂണാണ് കേട്ടോ ജലാറ്റിൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. ഒരു 15 മിനിറ്റ് സമയം നമ്മളിതൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കി വെക്കുന്ന സമയമാകുമ്പോഴേക്കും അത് കുതിർന്ന് കിട്ടിക്കോളും. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഞാനിവിടെ മാങ്ങ ചെറുതായി കട്ട് ചെയ്തത് 2 എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ആപ്പിള് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആപ്പിളിന്റെ സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. റെഡ് കളറിൽ കാണാൻ വേണ്ടിയിട്ടാണ് സ്കിന്ന് കളയാതിരുന്നത്. പിന്നെ ചിക്കു 2 എടുത്തിട്ടുണ്ട്. ചെറിയ 2 ചിക്കു ആണ് കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ചെറിയാണ്. അപ്പോൾ കുറച്ച് ചെറിയ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്തിരി കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫ്രൂട്ട്സ് എടുത്തിട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണ് ഉള്ളത് വെച്ചാൽ അത് എടുത്താൽ മതി. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കണം. പുഡിംഗ് ട്രേയോ അല്ലാന്നുണ്ടെങ്കിൽ ബൗളോ ഗ്ലാസ്സോ ഏതിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സിന്റെ മിക്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പുഡിംഗ് ട്രേയിലാണ് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ഫ്രൂട്ട്സും ഞാനിപ്പോൾ ഈ പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് മധുരം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 1/2 കപ്പ് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുക്കുന്നതിന് പകരം ഒരു 4-5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്താലും മതി. എന്നാലും അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ, അതൊന്നും കൂടി ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് തിക്കാക്കി എടുക്കണ്ട. ഈ കസ്റ്റാർഡ് പൗഡറിന്റെ പച്ചച്ചുവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നല്ല ലൂസായിട്ട് തന്നെയാണ് വേണ്ടത്, അല്ലാതെ തിക്കായിട്ടല്ല. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. വാനില എസൻസ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നിങ്ങനെ വേവിച്ചെടുത്താൽ മതി. പച്ചച്ചുവ മാറുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. അല്ലാതെ നല്ല തിക്കാവണ്ട. കണ്ടില്ലേ, ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നല്ല ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത് ഞാനൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള ജലാറ്റിൻ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ 15 മിനിറ്റ് ഞാനിപ്പോൾ ഇത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കടായിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിലോട്ട് ബൗൾ ഇറക്കി വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ ജലാറ്റിൻ മെൽറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചില്ല് ബൗൾ എടുത്തു എന്നേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിന്റെ ചൂട് കൊണ്ട് ഈ ജലാറ്റിൻ ഒന്നും ഇങ്ങനെ മെൽറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ജലാറ്റിൻ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ജലാറ്റിന് ചൂടോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കുന്നതിന് ഒപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജലാറ്റിനും ചൂടാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യുക. അപ്പോൾ ജലാറ്റിൻ മെൽറ്റാക്കിയത് ചൂടോട് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കാം. ഞാനിപ്പോൾ ഏതാണെങ്കിലും 2 ഡ്രോപ്സ് യെല്ലോ കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റാർഡ് മിക്സിന് കളർ കുറവാണ്. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഡ്രോപ്സ് യെല്ലോ കളറാണ് ചേർത്തിട്ടുള്ളത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ കളർ ചേർക്കണം എന്നില്ല, നിർബന്ധമൊന്നുമില്ല. അപ്പം നമുക്കിനി ഫ്രൂട്ട്സിന്റെ മുകളിലേക്ക് ചൂടോട് കൂടി തന്നെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പുഡിംഗ് ട്രേയിലാണ് ഇപ്പോൾ ഈ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് ചെറിയ ചെറിയ ബൗളുകളിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പകുതി സെറ്റ് ആയതിനു ശേഷം വേണമെങ്കിൽ വെച്ചുകൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ മുകളിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് വെയിറ്റ് ചെയ്യാം. റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു.
ഒരു അരമണിക്കൂറാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പുഡിങ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഫ്രൂട്ട്സുമൊക്കെ ആയിരിക്കും കത്തി തട്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതുപോലെയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. നമുക്ക് പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗ് ആണ് കേട്ടോ. നോമ്പിന് കൊണ്ടുവന്ന് വെച്ച ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്താണെങ്കിലും വീട്ടിൽ. അപ്പോൾ കയ്യിലുള്ള ഫ്രൂട്ട്സും കസ്റ്റാർഡ് പൗഡറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.